റഷ്യയുടെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം. റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലൊന്നിലാണ് ശനിയാഴ്ച യുക്രൈൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സംഭരണശാലയ്ക്ക് തീപിടിക്കുകയും ചെയ്തു. റഷ്യയിലെ ഏറ്റവും വലുതും ആധുനികവുമായ റിഫൈനറികളിലൊന്നായ ടാറ്റർസാനിലെ നിസ്നെക്കാംസ് നഗരത്തിലെ ടാനക്കോ റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഒരു വർഷത്തിനുള്ളിൽ ഈ റിഫൈനറിയിൽ രണ്ടാം തവണയാണ് യുക്രൈൻ സൈന്യം ആക്രമിക്കുന്നത്. പ്ലാന്റിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ തീപിടുത്തം ഉണ്ടായിട്ടില്ലെന്നാണ് ടാറ്റർസാൻ പ്രസ് സർവീസ് അറിയിച്ചത്. പകരം സേഫ്റ്റി എക്സസൈസ് എന്ന നിലയിൽ മോക്ക് ഇവാക്യുവേഷൻ നടത്തിയതാണെന്നാണ് ടാറ്റർസാൻ പ്രസ് സർവീസ് അവകാശപ്പെടുന്നത്. ടാനക്കോ റിഫൈനറിക്ക് പ്രതിവർഷം 16 ദശലക്ഷം ടണ്ണിലധികം എണ്ണ ശുദ്ധീകരിക്കാനുള്ള ശേഷിയുണ്ട്. കൂടാതെ റഷ്യൻ സൈന്യത്തിന് ഇന്ധനം നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന റിഫൈനറിയുമാണിതെന്നാണ് ആക്രമണ വിവരം പുറത്തുവിട്ട ശേഷം യുക്രൈൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. റിഫൈനറികൾ നശിക്കുന്നത് യുദ്ധം നടത്താനുള്ള റഷ്യയുടെ കഴിവിനെ നേരിട്ട് ബാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 2024 നടത്തിയ ആക്രമണത്തിൽ റിഫൈനറിയുടെ പ്രാഥമിക പ്രോസസ്സിംഗ് യൂണിറ്റിന് കേടുപാടുകൾ വരുത്തിയിരുന്നു. ഒപ്പം റിഫൈനറിയും തകർന്നതായി യുക്രൈൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതിനിടെ അമേരിക്കയെ കൂട്ടുപിടിച്ച് വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ. നന്നായി തന്നെ അമേരിക്ക യുക്രൈനെ കബളിപ്പിച്ചിട്ടുണ്ട്. യുക്രൈന് അമേരിക്ക നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറും വാക്കുകളായിരുന്നെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധത്തിൽ യുക്രൈന് വേണ്ട സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് ഒപ്പം നിൽക്കാമെന്ന് ഉറപ്പ് നൽകിയ രാജ്യമാണ് അമേരിക്ക. എന്നാൽ അമേരിക്ക വാഗ്ദാനം ചെയ്ത സഹായങ്ങളിൽ പകുതിയും ലഭിച്ചിട്ടില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നത്. $177 ബില്യൺ റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായ ശേഷം അമേരിക്ക യുക്രൈന് വേണ്ടി അനുവദിച്ചത്. എന്നാൽ അതിലെ എല്ലാ ഫണ്ടുകളും സഹായ പാക്കേജുകളും വിതരണം ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം കഴിഞ്ഞ മാസം പരാതിപ്പെട്ടത്. എന്തായാലും ഒറ്റയടിക്ക് അങ്ങനെ അമേരിക്കയെ പിണക്കാൻ യുക്രൈൻ എന്തായാലും കഴിയില്ല. അതും യുദ്ധം മുറുകി നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. സഹായങ്ങൾ വാഗ്ദാനം നൽകിയിട്ട് അത് നൽകാത്തവർക്കെതിരെ സെലൻസ്കി വിമർശനം ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുമ്പും ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജനുവരി 20 തുടങ്ങി അടുത്ത 100 ദിവസത്തിനുള്ളിൽ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് പുടിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ ചർച്ച സാധ്യമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് വിവരം. പുടിനുമായി ചർച്ച നടത്താൻ തയ്യാറാകാതിരുന്ന ബൈഡനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ട്രംപിൻ്റെ ദൂതൻ കീത്ത് കെലോങ്. എതിരാളികളോടും സഖ്യകക്ഷികളോടും ഒരുപോലെ സംസാരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും പുടിനുമായി യാതൊരു സംഭാഷണങ്ങൾക്കും തയ്യാറാകാത്ത ബൈഡൻ ചെയ്തത് വലിയ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു.